3 പതിറ്റാണ്ടായി പത്തനംതിട്ടയിലെ അഴൂർ റോഡിൽ ഈ ശബ്ദം ഇങ്ങനെ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിട്ട്. ബാലരാമപുരത്തുകാരൻ സുരേഷ് ഏട്ടനാണ് കടയുടെ ഉടമ. വിവാഹശേഷം പത്തനംതിട്ടയിൽ സ്ഥിരതാമസക്കാരനായി. പഠിച്ച പണി മറക്കാൻ കഴിയാത്ത ഈ ബാലരാമപുരംകാരൻ അങ്ങനെ പത്തനംതിട്ടയിൽ ഒരു കടയിട്ടു. 1992 ഇവിടെ തുടങ്ങുന്നത്, ഈ നെയ്ത്ത് തുടങ്ങുന്നത്. എനിക്ക് തോന്നി ഇവിടെ തുടങ്ങിയാൽ നമുക്കിവിടെ കുറച്ച് നല്ല സാധനങ്ങൾ ഉൽപ്പാദിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. എനിക്കും അറിയാവുന്ന തൊഴിലായതുകൊണ്ട് ഞാനിവിടെ ഒരു കട ഇട്ടിട്ട് ഇവിടെ തുടങ്ങി പരിപാടി. നെയ്ത്തുശാല ഇപ്പോഴും പഴയ വിൻറ്റേജ് മൂഡിലാണ്. പഴയ കെട്ടിടം, ആധുനികമല്ലാത്ത നെയ്ത്തറി, അടിമുടി, പഴമയുടെ ഗൃഹാതുരത. കൈത്തറി വസ്ത്രങ്ങൾ ധരിക്കുന്നവർ ഇന്ന് വിരളമായി. ഇപ്പോഴും ഈ തറിയുടെയും ഇതിൽ നെയ്യുന്ന വസ്ത്രങ്ങളുടെയും പ്രൗഢിക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചെറിയ കടയിൽ ഇപ്പോഴും കൈത്തറി വസ്ത്രങ്ങൾ തേടി എത്തുന്നത് നിരവധി പേരാണ്. നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഇത് അറിഞ്ഞു കേട്ട് വരുന്നവരുണ്ട്. ഇപ്പോൾ ഒരാൾ മുണ്ട് മേടിച്ചുകൊണ്ട് പോയാൽ എവിടെ നിന്നാണെന്ന് ചോദിക്കുമല്ലോ, അപ്പോൾ അത് അവർ കൂട്ടുകാർ അങ്ങനെ വന്ന് പറയുന്നവരുണ്ട്. 33 വർഷം കൊണ്ട് ഇവിടെ ഞാൻ 33 വർഷം കൊണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ അന്ന് മുതൽ മേടിക്കുന്ന ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട്. രാവന്തിയോളം പണിയെടുത്താൽ ജീവിക്കാനുള്ളത് കിട്ടുമെന്ന് സുരേഷ് ഏട്ടൻ പറയുന്നു. എന്തു പ്രതിസന്ധി വന്നാലും ഈ തൊഴിൽ വിട്ടുപോകാൻ ഈ മനുഷ്യൻ തയ്യാറല്ല. അതിനു കാരണം ഈ പണിയോടുള്ള ഇഷ്ടമൊന്നു മാത്രമാണ്.